നമ്മളെ സമയം ആയി, അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തയാഴ്ച ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ നിയമനങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൃത്യമായി നടക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടമാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സംഘം വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരം ഇരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം വരും. അടുത്ത ആഴ്ച പറയാം, അടുത്ത മാസം പറയാം, അടുത്ത വർഷം പറയാം. ഇതിങ്ങനെ നീണ്ടുപോകുള്ളൂ. ഒരു കാരുണ്യം പോലും കിട്ടില്ല. അവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടവും വരുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ കുറേ ഉദ്യോഗാർത്ഥികൾ അവിടെ കിടന്ന് മെഴുകുതിരി വെച്ച് മുട്ടയിലഴിഞ്ഞു. പലതരം സമര രീതികൾ കാണിച്ചിട്ട് ഒരു ഇരിറ്റ് ദയ പോലും കാണിച്ചില്ല, ഒരു ആശ്വാസം പോലും കഴിഞ്ഞില്ല നമ്മൾ മുഖ്യമന്ത്രികളും രാഷ്ട്രീയക്കാരൊക്കെ. അവർക്കൊന്നും നിങ്ങളിങ്ങനെ കിടന്നു വെച്ചാൽ അവർക്കൊന്നും അത് ബാധിക്കില്ല. നിങ്ങളവിടെ പട്ടിണി നിരാഹാരം കിടക്കുമ്പോൾ വയറ് നിറച്ച് നല്ല സുഖഭോഗത്തോടെ ഭക്ഷണം കിടക്കുന്നു. നിങ്ങളവിടെ കിടന്ന് വെയിലും മഴയും കൊള്ളുമ്പോൾ AC റൂമിലിരുന്ന് അവർ സൂഹിക്കുന്നു, ഒരു യാത്രകൾ ചെയ്യുന്നു. പോണത് നിങ്ങളുടെ ജന്മമായിരിക്കും, വേസ്റ്റായി പോകുന്നത്. അതായത് അവർക്ക് ഒരു കാരുണ്യവും ഇല്ല. ഇരിക്കുന്ന അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രിയുടെ മക്കളുടെ പ്രായം ഉണ്ടാവില്ലേ, ഒരു ആശ്വാസവാക്ക് അടുത്ത് ഒരു ആശ്വാസവാക്കെങ്കിലും നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ചോ? ഇല്ല. നമുക്ക് നാടിന് കിട്ടിയൊരു ശാപമാണ്, പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ അവർ സമരം അവസാനിപ്പിച്ചോളൂ, നിങ്ങളും വേറെ എന്തെങ്കിലും ജോലി നേടി പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇനി അവർ കാരുണ്യം കാട്ടുമെന്ന് എനിക്ക് തോന്നുന്നു.